പ്രിയമുള്ള കുട്ടികളെ, നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് എത്ര തീയതി? ജൂൺ 19 അല്ലേ? വായനാ ദിനം. ഈ വായനാ ദിനം എന്ന് പറയുമ്പോൾ മറ്റൊരാളുടെ പേര് നമ്മുടെ മനസ്സിലേക്ക് വരും. ആരുടെ പേര്? PN പണിക്കർ. പി എന്നത് N എന്താണ്? പൊതുവായിൽ നാരായണ പണിക്കർ അല്ലേ? എന്തുകൊണ്ടാണ് അയാളുടെ പേരിങ്ങനെ കേരളത്തിൽ മൊത്തം ഇങ്ങനെ അലയടിച്ച് നിൽക്കുന്നത്? കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലും. എന്തുകൊണ്ടാണ്? എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവില്ലേ? ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകൻ എന്നൊക്കെയാണ് പറയുന്നത് അല്ലേ? അദ്ദേഹത്തിന്റെ നാട്ടിൽ ഒരു സനാതന ധർമ്മം എന്ന് പറയുന്ന ഒരു വായനശാല ആദ്യം സ്ഥാപിച്ചു. അദ്ദേഹത്തിന്റെ നാട്ടിൽ സ്ഥാപിക്കുമ്പോൾ പണ്ടത്തെ കാലാണ്, 1946 കാലാണ്. ഇന്നത്തെ പോലെ വാഹന സൗകര്യങ്ങളൊന്നുമില്ല, എല്ലാ സ്ഥലത്തും നടന്നു പോകണം. ആ സമയത്ത് അദ്ദേഹത്തിന് തോന്നി, എൻ്റെ നാട്ടിൽ ഒരു വായനശാല സ്ഥാപിക്കണം. ഇന്നത്തെ കണക്ക് വായനശാല സ്ഥാപിക്കാൻ എളുപ്പമാണോ? അന്ന് പൈസയൊന്നും ആരുടെ കയ്യിലില്ല. അപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു, എനിക്കൊരു വായനശാല സ്ഥാപിച്ചേ പറ്റൂ. അങ്ങനെ അദ്ദേഹം വായനശാല സ്ഥാപിക്കാൻ അവിടെ തീരുമാനിച്ചു. അങ്ങനെ വായനശാല സ്ഥാപിച്ചു. പക്ഷെ എന്താ ഉണ്ടായ പ്രശ്നം എന്നറിയോ? ഇവിടെ 2 പ്രശ്നം നടക്കുന്നുണ്ട്. എന്നോടൊന്ന് അപ്പോൾ ഉണ്ടായ പ്രശ്നം എന്താ അറിയോ? ആ വായനശാല സ്ഥാപിക്കാൻ കുറേ ആൾ വന്നിട്ട് പറഞ്ഞു, ഇവിടെ വായനശാലയൊന്നും പറ്റില്ല, ആരും വായിക്കേണ്ടതില്ല. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ കുറേ ആൾ അത് പ്രശ്നമാക്കിയിട്ടുണ്ടാവുക? എന്തുകൊണ്ടായിരിക്കും? ഞാൻ പറഞ്ഞു, പണ്ടത്തെ കാലാണ് അല്ലേ? നമ്മൾ പഠിച്ചിട്ട് എന്താണ്? വലിയ ജന്മിമാരും പ്രഭുക്കന്മാരും എല്ലാം നാടല്ലേ? പക്ഷെ എന്തുണ്ട്? താണവനെപ്പോൾ താണ്ടന്നെയാണ് അല്ലേ? അവർ പുസ്തകം വായിച്ചാലോ, ഒരു പുസ്തകം വായിച്ച് പഠിച്ചാലോ എന്താവും? അവര് ഈ ജന്മിമാരൊക്കെ ചോദ്യം ചെയ്യാൻ വേണ്ടി തുടങ്ങൂലേ? അപ്പൊ അതിനെതിരെ വലിയ പ്രശ്നം നടന്നു. പ്രശ്നം നടക്കുമ്പോൾ നാരായണ പണിക്കർ വിചാരിച്ചു, ഇത് എൻ്റെ നാട്ടിൽ മാത്രം പോരാ, എവിടെ വേണം? എല്ലാ സ്ഥലത്തും എൻ്റെ കേരളത്തിൽ മൊത്തം വേണമെന്ന് ആര് തീരുമാനിച്ചു? നാരായണ പണിക്കർ തീരുമാനിച്ചു. അദ്ദേഹം അങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് കളിയിക്കാവിള എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഒരു 25 ആളെ കൂട്ടിയിട്ട് വായനയുടെ പ്രാധാന്യം പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് ഒരു പദയാത്ര സംഘടിപ്പിച്ചു. എന്താണ് പദയാത്ര? പദയാത്ര പറഞ്ഞാൽ കാൽനടായിട്ട് നടന്നിട്ട് ഒരു ജാഥ സംഘടിപ്പിച്ചു. ആ ജാഥ തുടങ്ങുമുണ്ടായിരുന്നല്ലോ 25 ആളായി. എത്ര ആളുണ്ടായത്? 25 ആൾ. അദ്ദേഹം വായനയുടെ പ്രാധാന്യം, വായിച്ച് വളരുക, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സഞ്ചരിച്ചു വരുമ്പോൾ വഴിയിൽ നിന്ന് ഒരുപാട് ആക്രമണമൊക്കെ അവർക്ക് കിട്ടി. അങ്ങനെ ആ ജാഥ കാസർഗോഡ് എത്തുമ്പോൾ ഉണ്ടായ ആളെത്രാണെന്നറിയോ? കേവലം 7 പേരാണ് ഉണ്ടായത്. ആ 7 പേര് വന്നുകൊണ്ട് ആ ജാഥ പൂർത്തിയാക്കി. അങ്ങനെ അദ്ദേഹം ആ ജാഥ പൂർത്തിയാക്കി വായനശാലകളൊക്കെ പോകുന്നിടത്തൊക്കെ വായനശാലകളുടെ ചെറു വായനശാലകളൊക്കെ സ്ഥാപിച്ചു. വായനയുടെ പ്രാധാന്യമൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആണ് ഗ്രന്ഥശാല സംഘം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന് രൂപീകരിക്കണം എന്ന് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ അദ്ദേഹം ഗ്രന്ഥശാല സംഘം രൂപീകരിച്ചു. അന്ന് ഗ്രന്ഥശാല സംഘം രൂപീകരിക്കുമ്പോൾ എന്താ പ്രശ്നം എന്നറിയോ? പുസ്തകം വായിക്കണ്ടേ? ഈ പുസ്തകം വായിക്കണമെങ്കിൽ ആരുടെ കയ്യിൽ കാശില്ല. അപ്പൊ ഇദ്ദേഹത്തിന്റെ കയ്യിൽ എങ്ങനെ കാശുണ്ടാക്കും എന്നുള്ളതിൽ അദ്ദേഹം നടന്നുകൊണ്ട് ഇതിന് സാമ്പത്തികം ഉണ്ടാക്കിക്കൊണ്ട് പുസ്തകം വായിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തീരുമാനിച്ചു. അന്നേരം അയാൾ ഒരു കവിനെ കൂടെ കൂട്ടി. അന്നൊരു കവിനെ കൂട്ടിയിട്ടുണ്ടായിരുന്നു കുറച്ച് കാലം. നിങ്ങൾക്കറിയാം ആ കവിയുടെ പേര് ആരാണ്?
മലയാളത്തിൽ പഴയ പാട്ട് കേട്ടിട്ടില്ല? മലയാള സിനിമയിൽ പഴയ പാട്ട് ആരും മലയാള സിനിമയിൽ പഴയ പാട്ട് കേട്ട അവരാരും ഉണ്ട്? ഒരാൾ അസു കേട്ടില്ല? ഒരു പേര് പറഞ്ഞാൽ മതി, ആദ്യത്തെ ഒരു പേര്. മലയാള സിനിമയിലെ പഴയ ഒരു പാട്ടിന്റെ ആദ്യത്തെ പേര്. പഴയ പാട്ടുകളൊക്കെ എഴുതുന്ന ഒരു കവി ഉണ്ടായിരുന്നു, വയലാർ രാമവർമ്മ. കേട്ടില്ലേ? ഇല്ലേ? ആ വയലാർ രാമവർമ്മേനെയും കൂട്ടിയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്? അദ്ദേഹം കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയി ഇങ്ങനെ പുസ്തകമൊക്കെ ഉണ്ടാക്കി, പുസ്തകം അങ്ങനെ ഗ്രന്ഥശാല സംഘം അദ്ദേഹം സ്ഥാപിച്ചു. ആ പിന്നെ ഗ്രന്ഥശാല സംഘം എന്തായി? നാട്ടിലൊക്കെ കുറച്ച് വന്നു. അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം വന്നു. എന്താന്ന് വെച്ചാല്, നമ്മുടെ സ്കൂളിന് മുമ്പിൽ ഒരു വായനശാലയില്ലേ? വായനശാലയുണ്ട്. ആ വായനശാലയ്ക്ക് എല്ലാവർക്കും ഒരു പുസ്തകം വാങ്ങിക്കാൻ വേണ്ടി കാശ് കൊടുക്കും. ആര് കൊടുക്കും? അറിയോ ആരാ കൊടുക്കുന്നത്? എന്നാ ഗവൺമെന്റ് ആണ് കൊടുക്കുന്നത് കേട്ടോ. ഗവൺമെന്റ് പുസ്തകത്തിന് വായനശാലക്ക് പിന്നെ പൈസ കൊടുക്കും. അങ്ങനെയാണ് ഇപ്പോഴും ഗ്രന്ഥശാല സംഘം നടന്നു പോകുന്നത്. അപ്പം നാരായണ പണിക്കർ എന്ത് ചെയ്തു? ഇക്കടെ ഒരുപാട് വായനശാല വന്ന സമയത്ത് ഈ വായനശാലകൾക്ക് പുസ്തകം വാങ്ങാനുള്ള കാശ് വാങ്ങാൻ പറ്റാത്ത സമയത്ത് ഈ ഗ്രന്ഥശാല സംഘം ഏറ്റെടുത്തു? ഗവൺമെന്റ് ഏറ്റെടുത്തു. മനസ്സിലായില്ലേ? ഗവൺമെന്റ് ഏറ്റെടുത്തു. അപ്പൊ അങ്ങനെ ഗവൺമെന്റ് ഏറ്റെടുത്തിട്ട് എന്ത് ചെയ്തു? ഗവൺമെന്റ് ഏറ്റെടുത്തിട്ട് പുസ്തകം വാങ്ങാനുള്ള കാശ് കൊടുത്ത് ഈ ഗ്രന്ഥശാല സംസ്ഥാനത്തുടനീളം ഉണ്ടാക്കി. അപ്പം എന്തിനാണ് വായിക്കുന്നത് എന്നുള്ളത് നിങ്ങളൊരു കഥ കേട്ടിട്ടുണ്ടോ? വായനയെ നമുക്ക് എന്ത് കിട്ടും വായിച്ചാൽ? ഒന്നിങ്ങോട്ട് പറയണോ? വായിച്ചാൽ എന്ത് കിട്ടും? അറിവ് കിട്ടിയിട്ടൊന്ന് വേണ്ട? അറിവ് കിട്ടിയിട്ട് എന്താ വേണ്ട? പഠിക്കാൻ കഴിയും. പഠിച്ചാലോ ബുദ്ധി കിട്ടും. പഠിച്ചിട്ടെങ്കിൽ ബുദ്ധി കിട്ടൂലേ? ഒരു കഥയുണ്ട്, എന്താ അറിയോ? കഥയുടെ പേര് ബെറ്റ്. ബെറ്റൊക്കെ അല്ലേ? ഒരു വക്കീലും ഒരു ജഡ്ജിയുടെ. ഈ ജഡ്ജി എന്ത് ചെയ്തു വെച്ചാല് വക്കീലോട് പറയാണ്, ഞാൻ നിനക്ക് $1,00,000 തരും. $1,00,000 നിനക്ക് തരും. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. എന്താ നിബന്ധന അറിയോ? 5 കൊല്ലം ജയിലിൽ കിടക്കണം. 5 കൊല്ലം ജയിലിൽ കിടക്കണം. 5 കൊല്ലം കൃത്യമായി കിടക്കണം. ഒരു ദിവസം ഒരു സെക്കൻഡ് പോലും എന്ത് ചെയ്യാൻ പാടില്ല? പുറത്തിറങ്ങാൻ വേണ്ടി പാടില്ല. ഇതാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശം. അവസാനം ഈ വക്കീൽ പറഞ്ഞാൽ $1,00,000 കോടിക്കണക്കിന് ഉറുപ്പിയാണ്. ശരി, ഞാൻ എന്ത് ചെയ്യാം? ജയിലിൽ കിടക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അയാൾ ജയിലിൽ കിടന്നു. 5 കൊല്ലം ആവാൻ ഒരു സെക്കൻഡ് മാത്രമേ ബാക്കിയില്ലേ. അയാൾ പുറത്തേക്ക് ജയിലിൽ പുറത്തേക്ക് പോയി. നമുക്ക് ബാക്കി വന്നു. അവൻ ജഡ്ജി പറഞ്ഞു, ഇനി ഞാൻ നിങ്ങൾക്ക് എന്ത് തരുന്നില്ല, ഈ പൈസ കൊടുക്കാൻ കഴിയാ. ഒരു സെക്കൻഡ് മുമ്പേ പുറത്തേക്ക് പോയി. അപ്പൊ ആരും ചോദിച്ചു, നിങ്ങൾ എന്ത് പണിയാ എടുത്തത്? എല്ലാവരും ചോദിച്ചു, നിങ്ങൾ കോടിക്കണക്കിന് ഉറുപ്പ്യ കിട്ടുന്ന ഒരു സാധനം നിങ്ങൾ കളഞ്ഞില്ലേ? നിങ്ങൾ ഇങ്ങനെ ഒരു സെക്കൻഡ് കൂടെ ആടിയിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞെന്താ അറിയാ? ജയിലിനകത്ത് എനിക്ക് വിശാലമായ ലൈബ്രറി ഉണ്ടായിരുന്നു. ആ ലൈബ്രറിയിൽ നിന്ന് ഞാൻ എത്രയോ ആയിരക്കണക്കിന് പുസ്തകങ്ങൾ ഞാൻ വായിച്ചു. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി, ഈ വായന എന്ന് പറയുന്നത് വലിയൊരു സാധനമാണ്. എന്നെ ഒരു പുതിയൊരു ജീവിതത്തിലേക്ക് എന്നെ എത്തിച്ചു. അതുകൊണ്ട് എനിക്കിനി എന്ത് വേണ്ട? ഈ കോടിക്കണക്കിന് ഉറുപ്പ്യ വേണ്ട. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ജയിലിലിറങ്ങി. മനസ്സിലായ? എന്തായി? ജയിലിന് ആദ്യം പുറത്തിറങ്ങി. 7ാം ക്ലാസ്സിൽ മലയാള സെക്കൻഡില് ഒരു കവിതയുണ്ട്. ആരാ എഴുതുന്നറിയുന്നത്? 7ാം ക്ലാസ്സിൽ മലയാള സെക്കൻഡില് 3ാമത്തെ പാടാണെന്ന് തോന്നുന്നു. ഉമേശൻ എന്ന് പറഞ്ഞൊരാ. ഉമേശൻ വീടാടെ അറിയോ? നമ്മുടെ ചിറ്റാരിക്കലാണ്. ഉമേശൻ പഠിച്ചെത്ര അറിയോ? 10ാം ക്ലാസ്. എന്താ പണിയെടുക്കുന്നത് അറിയോ? കൂലിപ്പണി. ഉമേശിനെ പഠിക്കുമ്പം തന്നെ ഒരു ശീലമുണ്ടായിരുന്നു, പുസ്തകം വായിക്കുന്ന ശീലമുണ്ടായിരുന്നു. അങ്ങനെ ഉമേശൻ പുസ്തകം വായിച്ച് ഉമേശൻ എന്ത് ചെയ്തു? ഒരു കവിത എഴുതി.
ഒരുപാട് കവിതകൾ. അപ്പം കഴിഞ്ഞ പ്രാവശ്യം 7ാം ക്ലാസ്സിലെ ടെസ്റ്റ് മാറുമ്പോൾ ഉമേഷിന്റെ കവിത എഴുതിലേക്ക് വന്നറിയോ? 7ാം ക്ലാസ്സിലെ പുസ്തകത്തിലേക്ക് വന്നു. ഉമേഷിന്റെ യോഗ്യത എന്താണെന്നറിയോ? 10ാം ക്ലാസ്. ഇല്ലേ? നിങ്ങൾ ആ കവിത വായിക്കും, വളരെ രസമുള്ള കവിതയാണ്. പിന്നെ കാടിൻകൊരു ഭാഷയുണ്ട്, കാടിൻകൊരു മണമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഗോത്ര കവിത. ഈ ഉമേശൻ 10ാം ക്ലാസ് പഠിക്കുന്ന ഉമേശൻ എന്നാൽ ചെറുപ്പത്തിലേ വായിച്ച് എഴുതിയ കവിത ഇപ്പൊ എവിടെ എത്തി? നമ്മുടെ സംസ്ഥാനത്ത് മൊത്തത്തിൽ. അതാണ് വായനയുടെ പ്രാധാന്യം. വെറുതെ വായിച്ച് പോയതല്ല, അത് നമ്മുടെ മനസ്സിൽ വെച്ച് പുതിയ തലത്തിലേക്ക് വരികയാണ് ചെയ്തത്. മനസ്സിലായോ? ഇപ്പൊ എവിടെയാണ് വായന? അപ്പം ഇങ്ങനെയാണ് വായനയുടെ പ്രശസ്തി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇല്ലേ? ഇനി ബാക്കി പിന്നെ നിങ്ങൾക്ക് ഒരു പുസ്തകാസ്വാദനം നടത്താൻ വേണ്ടി നേരത്തെ പറഞ്ഞതുകൊണ്ടൊക്കെ നമ്മുടെ ആബിദ എത്തിയിട്ടുണ്ട്. അവർ നിങ്ങളോട് സംവദിക്കും. ബാക്കി കാര്യങ്ങൾ നമുക്ക് വായനാ മാസാചരണ വർഷത്തിന്റെ ഭാഗമായിട്ട് നമ്മൾക്ക് പറയാം.